നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പൂരാവേശത്തിൽ തൃശൂർ, തിരക്കിലമർന്ന് ശക്തന്റെ തട്ടകം. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. റോഡരികിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ച കാന ശരിയായി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമായി. മോനടിയിൽ നിന്ന് കമലക്കട്ടി ഭാഗത്തേക്കുള്ള കനാൽ ബെഡ് റോഡിലാണ് ദുരവസ്ഥ. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷൻ പാലപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. മുങ്ങിമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ കുട്ടികളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച് മുക്കുളിയം സ്വദേശികളായ രവീന്ദ്രനാഥും പുരുഷോത്തമനും. വാർത്തകൾ വിശദമായി. പൂരത്തിനൊരുങ്ങി തൃശൂർ. ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും ആസ്വദിക്കാൻ ശക്തന്റെ തട്ടകം ഒരുങ്ങി. പൂരത്തിന്റെ പ്രധാന ചടങ്ങായ പൂരവിളംബരത്തിന് തുടക്കം കുറിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനട തുറന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമായി. നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം. രാവിലെ ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറി വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടത്. പാറമേക്കാവ് വഴി തേക്കിൻകാട്ടിലേക്ക് കയറിയ നെയ്തലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി. അവിടെ നിന്നും പാണ്ടിമേളത്തിന്റെ അകമ്പടിയാൽ ശ്രീമൂലസ്ഥാനത്തെത്തി. പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുംനാഥനെ വലം വെച്ച് 12 മണിയോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി. ഇനിയുള്ള 36 മണിക്കൂർ നാദമേള വർണ്ണ വിസ്മയങ്ങളുടെ വിസ്മയമായിരിക്കുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ 2024. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. മുക്കുളിയം കുഞ്ഞക്കരയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. പിടിക്കപ്പറമ്പ്, റൊട്ടിപ്പടി, മണ്ണമ്പേട്ട, പള്ളിക്കുന്ന്, നായരങ്ങാടി, ആദൂര്, വടക്കുമുറി, കോനിക്കര, തലോർ എന്നിവിടങ്ങളിലെ ജനങ്ങളോട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. എറവക്കാടായിരുന്നു സമാപനം. സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് എന്നിവർ സന്നിഹിതരായി. എല്ലാവരും വോട്ട് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാക്കണം. അതാണ് രാജ്യത്തിന്റെ ഫലം. എല്ലാവരും വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യുന്നത് ഇത്തവണ എനിക്കൊരവസരം നൽകുന്നതിന് വേണ്ടിയാണെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആ അവസരം നിങ്ങളുടെ നേട്ടമാക്കി തീർച്ചയായിട്ടും 5 വർഷം കൊണ്ട് ഞാൻ മാറ്റും എന്ന് ഉറപ്പ് തരുന്നു. ഉറപ്പ് പറഞ്ഞതൊന്നും ഞാൻ ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. അതിനെയും തുടർന്നു കൊണ്ടേയിരിക്കും. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. മറക്കണ്ട താമര ചിഹ്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് I പ്രസിദ്ധീകരിച്ച ദ്രോഹ വിചാരണ പത്രിക എന്ന ലഘുലേഖ വിതരണം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് I പ്രസിദ്ധീകരിച്ച ദ്രോഹ വിചാരണ പത്രിക എന്ന ലഘുലേഖ വിതരണം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഭാരതീയ ദളിത് കോൺഗ്രസ് I സംസ്ഥാന ജനറൽ സെക്രട്ടറി MK രാജേഷ് കുമാറിന് ലഘുലേഖ നൽകി ഉദ്ഘാടനം നടത്തി. ഭാരതീയ ദളിത് ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് അശോകൻ ഐത്താടൻ, ദേവദാസ്,
PI വേലായുധൻ എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്ത് ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് തുടങ്ങിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. ശനിയാഴ്ചയോടെ കമ്മീഷനിംഗ് പ്രക്രിയ പൂർത്തിയാവും. അതീവ സുരക്ഷയോടെയാണ് EVM കമ്മീഷനിംഗ് പ്രക്രിയ പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. റോഡരികിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ച കാന ശരിയായി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമായി. വെള്ളിക്കുളങ്ങര മോനടിയിൽ നിന്നും കമലക്കട്ടി ഭാഗത്തേക്കുള്ള കനാൽ ബണ്ട് റോഡിലാണ് പൈപ്പ് ലൈനായി കുഴിച്ച കാനയിലെ മണ്ണ് മഴവെള്ളവുമായി കൂടിക്കലർന്ന് യാത്രക്കാർക്ക് ദുരിതമായി മാറിയിട്ടുള്ളത്. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനും മണ്ണ് തടസ്സമായിട്ടുണ്ട്. ഇതുമൂലം ചില ഭാഗങ്ങളിൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഈയിടെ ടാറിംഗ് നടത്തി നവീകരിച്ച റോഡിൽ കുഴികൾ രൂപപ്പെടാൻ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണമാകുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷൻ പാലപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമേന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PA അമീർ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT ജോയ്, PM അലി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ PA അമീറിനെ പ്രസിഡന്റായും PT ജോയിയെ സെക്രട്ടറിയായും അരുണിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വിവിധ യൂണിയനുകളിൽ നിന്നും രാജിവെച്ച് CITU യൂണിയനിൽ ചേർന്ന 7 അംഗങ്ങളെ ചടങ്ങിൽ സ്വീകരിച്ചു. നാട്ടിൽ മുങ്ങിമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ കുട്ടികളെ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുകയാണ് മുപ്ലിയം സ്വദേശികളായ രവീന്ദ്രനാഥും പുരുഷോത്തമനും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പരിധിയിൽ നിരവധി കുളങ്ങൾ ഉണ്ടായിട്ടും നീന്തൽ പരിശീലനത്തിന് പഞ്ചായത്ത് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് ഇവർ സൗജന്യ പരിശീലനവുമായി രംഗത്ത് വന്നത്. പുഴകളും കുളങ്ങളും പാടശേഖരങ്ങളും ധാരാളമുള്ള നാട്ടിൽ നീന്തലറിയാതെ വെള്ളത്തിൽ വീണ് മുങ്ങിമരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും നീന്തൽ പരിശീലനം തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. വരന്തരപ്പള്ളി പഞ്ചായത്ത് പരിധിയിൽ നിരവധി കുളങ്ങൾ ഉണ്ടായിരുന്നിട്ടും നീന്തൽ പരിശീലിപ്പിക്കാൻ അധികൃതർ താൽപ്പര്യം കാണിക്കുന്നില്ലെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് പറയുന്നത്. അതുകൊണ്ട് സ്വയം സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. 2014 മുതൽ നമ്മൾ പഞ്ചായത്തിൽ നീന്തൽ പരിശീലനത്തിന് നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെയ്ക്കും നീന്തൽ പരിശീലനം മറ്റു സജ്ജീകരണങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ പുരുഷോത്തമൻ തച്ചമ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരൻ, ഞാൻ ആളും കൂടിയിട്ടാണ് ഈ കുട്ടി 10-15 കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ പഞ്ചായത്തിൻ്റെ നിസ്സഹകരണമാണ് ഈ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാത്തത്. അതിൻ്റെ പ്രതിഷേധം കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ നീന്തൽ പരിശീലനം നടത്തുന്നത്. ഈ പഞ്ചായത്തിൽ 14 നല്ല കുളങ്ങളുണ്ട്. ആ കുളങ്ങളെ ഏതെങ്കിലും ഒരെണ്ണത്തിന് നവീകരിച്ചെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം. സാമ്പത്തിക ശേഷിയുള്ളവർ തങ്ങളുടെ മക്കളെ സ്വകാര്യ സ്വിമ്മിംഗ് പൂളുകളിൽ അയച്ച് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ 1500-ഉം 2000-ഉം രൂപ നൽകി ഇത്തരത്തിൽ കുട്ടികളെ അയക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുന്നതിന് പൊതുകുളം സംരക്ഷിച്ചൊരുക്കി തയ്യാറാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. നീന്തൽ പഠിപ്പിക്കുകയും അതുപോലെ കുട്ടികൾക്ക് സുരക്ഷിതമായ രീതിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലൊരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. അതായത് നമുക്ക് മുന്നോട്ട് പ്രളയം ഉണ്ടാകാതിരിക്കാം, പക്ഷേ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉടലെടുക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെ ഒരു പുഴയില് ഇത് ശരിക്കും ഒറിജിനലാണ് അല്ലെ, ഒരു സ്വിമ്മിംഗ് പൂളില് നീന്തൽ പഠിക്കുന്ന പോലെയല്ല. ഇത് ഈ ഒരു ഒറിജിനൽ വെള്ളത്തിൽ ഈ ഒരു പുഴയിലൊക്കെ നീന്തി പഠിക്കാന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്തിവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അതിലൊക്കെ നീന്തി കര കയറാൻ പഠിക്കും. അവര് നീന്തൽ പഠിക്കുക എന്നത് മാത്രമല്ല, ഇവര് മുഖാന്തരം മറ്റൊരു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ അവരെ ഒരു ഇതുപോലെ ഒരു അവസരത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. നീന്തൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് KG രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 മെയ് 31 മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P മോഹനദാസ് വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ഈ വർഷമാണ് രവീന്ദ്രനാഥും സുഹൃത്ത് പുരുഷോത്തമൻ തച്ചമ്പള്ളിയും ചേർന്ന് സൗജന്യമായി മുപ്ലിപ്പുഴയിൽ നീന്തൽ പരിശീലനം നൽകാൻ തുടങ്ങിയത്. 2 ആഴ്ച സമയം കൊണ്ട് ഇവിടെ എത്തിയ 15ഓളം കുട്ടികൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് പുഴയെ പേടിയില്ല, നീന്താനൊക്കെ പറ്റി. എത്ര ദിവസമായി വന്നു തുടങ്ങിയിട്ട്? 3 ദിവസം വന്നു. ഇപ്പൊ നീന്താൻ പറ്റുന്നുണ്ടോ?
എനിക്ക് മുന്നേ നീന്താനൊക്കെ അറിയാം, ചെറുതായിട്ട് അറിയായിരുന്നു. പിന്നെ എനിക്ക് ചേട്ടനെ വിളിച്ചു നീന്താൻ. അപ്പൊ എനിക്ക് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായി, ഇതൊക്കെ പറ്റി. അപ്പൊ ഞാൻ നീന്താൻ വന്നു. എത്ര ദിവസമായി ഇവിടെ വരുന്നു? ഇപ്പൊ ഒരാഴ്ചയായി. ഉഷാറായിട്ട് നീന്തുവോ? ആ ഇക്കരെ അക്കരെ പോവോ? ആ ആദ്യം പുഴയെക്കുറിച്ച് പ്രാഥമികമായ അറിവ് പകർന്ന കുട്ടികളിലെ ഭയം മാറ്റിയെടുത്താണ് നീന്തൽ പരിശീലനം നൽകുന്നത്. സ്വന്തം ജോലി സമയം മാറ്റിവെച്ചാണ് ഇരുവരും നാടിൻ്റെ പുതുതലമുറകൾക്ക് വേണ്ടി സൗജന്യ സേവനം ചെയ്യുന്നത്. വെള്ളം കണ്ടാൽ ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ നീന്തിക്കയറാൻ ആവശ്യമായ ബാലപാഠങ്ങളാണ് പ്രിയപ്പെട്ട രവീന്ദ്രനാഥും അതുപോലെ തന്നെ പുരുഷോത്തമൻ തച്ചമ്പള്ളിയും ചേർന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് സൗജന്യമായി പരിശീലിപ്പിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ പാഠഭാഗങ്ങളുടെ ഭാഗമായി നീന്തൽ ഉൾപ്പെടുത്തണം എന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർബന്ധമായും വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കുന്നതിന് മുൻപ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം എന്നുമാണ് ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത്. മുപ്പളി പുഴയുടെ സമീപത്തു നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടത്തിരിപ്പാടിൻ്റെയും വടക്കേടത്ത് ഹരിനമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വ്യാഴാഴ്ച ഗണപതി ഹോമം, തൈലാഭിഷേകം, പ്രായച്ചിത്തം, സഹസ്ര കലശാഭിഷേകം എന്നിവ നടന്നു. പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ സുനിൽ തളിയപ്പറമ്പിൽ, ജനീഷ് കുന്നുമക്കര, ബാബു കോനിക്കര, നിശാന്ത് കണ്ണൂക്കാടൻ, ബാബു തൃപ്പാക്കൽ, അനിയൻ പള്ളത്തു വടക്കൂട്ട്, PS ബാബു പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടകര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സഹകരണ നീതി ആയുർവേദ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടകര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സഹകരണ നീതി ആയുർവേദ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. സംഘം സ്ഥാപക പ്രസിഡന്റ് MA ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് K സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം VV പരമേശ്വരൻ ആദ്യ വിൽപ്പന കൊടകര പഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ AR രാജേശ്വരിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. P തങ്കം, KO പൊറിഞ്ചു, T ബാലകൃഷ്ണ മേനോൻ, TA വേലായുധൻ, K ശിവദാസൻ, MK വിജയൻ, ഡോക്ടർ എഫിൻ ജോസഫ്, ഡോക്ടർ ഫാബിൻ ജോൺ, രേഷ്മ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മണലിപ്പുഴയുടെ തീരത്ത് സ്വകാര്യ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമിതി രംഗത്ത്. അടഞ്ഞുകിടക്കുന്ന ഓട്ട് കമ്പനി പറമ്പിലാണ് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് 100 മീറ്റർ അടുത്തായി പഞ്ചായത്തിന്റെ MCF പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ കേന്ദ്രം മണലിപ്പുഴയെ മലിനീകരിക്കുമെന്ന് ജനകീയ സമിതി ആരോപിച്ചു. പ്ലാസ്റ്റിക് സംഭരണശാലയ്ക്ക് അനുവാദം നൽകുന്നതിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഈ മാസം 21 മുതൽ 28 വരെ നടക്കും. മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 22-ന് വൈകിട്ട് നൃത്തസന്ധ്യ, 23-ന് വൈകിട്ട് സർവൈശ്വര്യ പൂജ, 26-ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര, തുടർന്ന് തിരുവാതിരക്കളി എന്നിവ ഉണ്ടാകും. 28-ന് ഉച്ചയ്ക്ക് ആറാട്ടോടെ യജ്ഞം സമാപിക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മെയ് 11, 12, 13 തീയതികളിൽ ദ്രവ്യകലശത്തോടെ നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഒമ്പതുങ്ങൽ തെക്കേമഠം മോഹനൻ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കല്ലൂർ പാലക്കപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് ശനിയാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് മേൽശാന്തി VG ഉണ്ണി നമ്പൂതിരി നേതൃത്വം നൽകും. റെക്കോർഡ് നിരക്കിൽ നിന്നും താഴെയിറങ്ങി സ്വർണ്ണവില. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും കുറഞ്ഞു. ഇതോടെ ഗ്രാമിന് 6765 രൂപയിലും പവന് 54,120 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. വിലയിടിഞ്ഞെങ്കിലും ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ നിരക്കിലായിരുന്നു വ്യാഴാഴ്ചത്തെ വ്യാപാരം. ഗ്രാമിന് 6795 രൂപയിലും പവന് 54,360 രൂപയിലും എന്ന സർവകാല റെക്കോർഡ് നിരക്കിലാണ് 2 ദിവസം വ്യാപാരം നടന്നത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് കിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ പ്രിലിമിനറി മെയിൻ പരീക്ഷ പരിശീലനത്തിന് അപേക്ഷിക്കാം. യോഗ്യത ബിരുദം,
ആശ്രിതത്വ സർട്ടിഫിക്കറ്റിനായി ക്ഷേമ ബോർഡിന്റെ എല്ലാ രേഖകളുമായി പൂത്തോൾ മാർസ് കോംപ്ലക്സിലുള്ള കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഹാജരാകണം. അവസാന തീയതി ഏപ്രിൽ 20. ഫോൺ 0487238494. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6765 രൂപയും പവന് 54,120 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര മൂത്രത്തിക്കര കോടിയത്ത് നാരായണൻ ഭാര്യ പാറക്കുട്ടി അന്തരിച്ചു. സംസ്കാരം നടത്തി. 88 വയസ്സായിരുന്നു. പുഷ്പാകരൻ, ഉഷ എന്നിവർ മക്കളും മല്ലിക, രവി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പൂരാവേശത്തിൽ തൃശൂർ, തിരക്കിലമർന്ന് ശക്തന്റെ തട്ടകം. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. റോഡരികിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ച കാന ശരിയായി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമായി. മോനടിയിൽ നിന്ന് കമലക്കട്ടി ഭാഗത്തേക്കുള്ള കനാൽപ്പെട്ട് റോഡിലാണ് ദുരവസ്ഥ. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷൻ പാലപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. മുങ്ങിമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ കുട്ടികളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച് മുക്കുളിയം സ്വദേശികളായ രവീന്ദ്രനാഥും പുരുഷോത്തമനും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.